എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മീൻ തലക്കറിയാണ്. ഇപ്പോൾ ഇതിൽ ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാനിതിൽ കുടംപുളിയുടെ കഷ്ണങ്ങളല്ല ഇടുന്നത്, കുടംപുളിയുടെ ജ്യൂസ് ഇട്ടിട്ടാണ് ഈ മീൻ കറി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുടംപുളിയുടെ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തുണ്ടെങ്കിൽ അത് പോയി കാണാം. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇടുന്നുണ്ട് ആ വീഡിയോയുടെ ലിങ്ക്. ഈ തലക്കറി വേവിക്കുമ്പോൾ ഞാൻ ആ തലക്കറി വേവിക്കുന്ന സമയത്ത് കുറച്ച് കപ്പ പുഴുങ്ങിയതും കൂടെ കൂടിയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ആ കപ്പയുടെ ഉള്ളിലോട്ട് നല്ലതുപോലെ ആ മീൻ കറിയുടെ ടേസ്റ്റ് എല്ലാം വരുന്നുണ്ട്. മീൻ തലക്കറി ഉണ്ടാക്കാനായിട്ട് 1.5 കിലോയുടെ നെയ്മീൻ്റെ തലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ആ മീനിൻ്റെ തലയിൽ നിന്ന് തൊലിയെല്ലാം കളയണം. മീൻ തലക്കറി എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നമുക്ക് മീൻ തലക്കറി വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ വീടുകളിൽ നമ്മൾ മീൻ തലക്കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടായിരിക്കും എപ്പോഴും തലക്കറി ഉണ്ടാക്കണം. അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ഫുൾ തലയുടെ കറി ഉണ്ടാക്കാം. ഒരു രസമല്ലേ, എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് മീൻ തലക്കറി. ഇങ്ങനെ ഫുള്ളായിട്ടുള്ള മീൻ തലക്കറി ഉണ്ടാക്കുമ്പോൾ മീനിൻ്റെ ചുണ്ടിൻ്റെ അറ്റഭാഗം ഒന്ന് മുറിച്ച് കളയണം. ആ പല്ലിൻ്റെ അതും കട്ട് ചെയ്ത് മാറ്റണം. പിന്നെ ഉള്ളിൽ നിന്ന് ചെകിളെല്ലാം എടുത്ത് ശേഷം നല്ലതുപോലെ ഉപ്പിട്ട് നല്ലതുപോലെ തേച്ച് ക്ലീനാക്കി കഴുകിയെടുക്കണം. അപ്പോൾ ഇത് ചട്ടിയിൽ വയ്ക്കാനാണ് നോക്കിയത്, പക്ഷേ എൻ്റെ ചട്ടിയിൽ ആ മീൻ തലയുടെ സൈസ് കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെ ഉരുളിയിൽ തന്നെയാണ് മീൻ കറി വയ്ക്കുന്നത്. പിന്നെ മീൻ കറിക്ക് വേണ്ടിയിട്ട് മുളക് പൊടി 3.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് വയ്ക്കണം. ഒരു 5 വലിയ വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക, ഒത്തിരി പേസ്റ്റ് പോലെ ആക്കരുത്. അപ്പോൾ ഇതേപോലെ അങ്ങ് ചതച്ച് വെച്ചാൽ മതി. ഇനി തീ കത്തിച്ച് ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായ ശേഷം അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഉലുവയിട്ട് നല്ലതുപോലെ ഒന്ന് ആ മൂത്ത മണം വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1/2 കപ്പ് ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത് 1/2 കപ്പ്, ചെറിയ ഉള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളി അരിഞ്ഞത് 1/4 കപ്പ്. എന്നിട്ട് അതൊന്ന് വഴറ്റണം. അതിലേക്ക് പച്ചമുളക് ഒരു 5-6 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതും കൂടി ഇട്ട ശേഷം വീണ്ടും ഒന്ന് എണ്ണയിലിട്ട് വഴറ്റണം. ഇനി അതിലേക്ക് ഞാൻ 25 ചെറിയ ഉള്ളിയാണ് ചേർത്തത്. ചെറിയ ഉള്ളി മുഴുവനായിട്ട് ചേർക്കാം, അല്ലെങ്കിൽ നേരെ കട്ട് ചെയ്ത് 2ആക്കി കട്ട് ചെയ്തിട്ടും ചേർക്കാവുന്നതാണ്. പിന്നീട് ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആണ്. ആ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മീൻ കറിക്ക്. അപ്പോൾ അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയുണ്ട്, ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ വഴറ്റുക. അപ്പോൾ ഒത്തിരി അങ്ങ് ബ്രൗൺ ആക്കണ്ട. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ആ ചുവന്നുള്ളി എല്ലാം, ചെറിയ ഉള്ളി ഇപ്പോൾ നല്ല എണ്ണയ്ക്കിടന്ന് നല്ലതുപോലെ അത് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അങ്ങ് എടുത്ത് മാറ്റുകയാണ് പിന്നീട് ചേർക്കാനായിട്ട്.
ഇനി ഇതിലേക്ക് ആ മസാല മുളക് പൊടി ചേർക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ അത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ മസാല നല്ലതുപോലെ വഴറ്റി അതിൻ്റെ എണ്ണ നല്ലതുപോലെ തെളിയുന്ന വരെ വഴറ്റണം. മസാലയെല്ലാം നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് പുളിവെള്ളമാണ് ഒഴിക്കുന്നത്. പുളിവെള്ളം 1/4 കപ്പ് പുളിവെള്ളം. ആ പുളിവെള്ളം ചേർക്കുന്നത് ഞാൻ ആദ്യം മിക്സ് ചെയ്ത് വെച്ച ആ മസാല ഉണ്ടല്ലോ, മുളക് പൊടിയൊക്കെ മിക്സ് ചെയ്ത ആ പാത്രത്തിലേക്കാണ്, ആ ബൗളിലേക്കാണ് പുളിവെള്ളം ഒഴിച്ചിട്ട് ആ മസാലയും കൂടെ ആ പുളിവെള്ളത്തിൽ കലക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് ചേർത്തിരിക്കുന്നത്. അപ്പോൾ 1/4 കപ്പ് പുളിവെള്ളമാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. പുളിവെള്ളം ഇട്ട് നല്ലതുപോലെ ഒന്ന് കൂടെ വഴറ്റി ആ വെള്ളത്തിൻ്റെ മയം എല്ലാം മാറി ഡ്രൈ ആയിട്ടുണ്ട്. അതിന് ശേഷം വീണ്ടും ഞാനൊരു 1/2 കപ്പ് പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ പുളിവെള്ളം ഒഴിക്കണം. ഇനി അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നമുക്ക് ക്ലീനാക്കി വെച്ച മീനിൻ്റെ തല വെച്ച് ആ മീനിൻ്റെ തലയിലേക്ക് ആ മസാല എല്ലാം നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ആ മീനിൻ്റെ തലയുടെ അകത്തും അതുപോലെ പുറത്തും എല്ലാം നല്ലതുപോലെ നമുക്ക് ചൂട്, അതുകൊണ്ട് കൈ കൊണ്ട് തേച്ച് പിടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ സ്പൂണും കൊണ്ട് നല്ലതുപോലെ തിരിച്ചും മറിച്ചുവിട്ട് നല്ലതുപോലെ ആ മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ മസാല വരുന്ന രീതിയിൽ നല്ലതുപോലെ സ്പൂണും കൊണ്ട് തേച്ച് പിടിപ്പിക്കുക. മീനിൻ്റെ ഉള്ളിലോട്ടെല്ലാം മസാല വയ്ക്കണം. ഇനി നമുക്ക് മീൻ കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണം. ആ വെള്ളവും ആ മസാല എല്ലാം ഈ മീനിൻ്റെ മുകളിലേക്കും കൂടെ കൂടി കോരി ഒഴിക്കും. നമ്മൾ വഴറ്റി മാറ്റി വെച്ച ഉള്ളിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ നല്ലതുപോലെ തിളവൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ മീനിൻ്റെ ചാറിൽ ഒന്ന് ടേസ്റ്റ് നോക്കുക. ഉപ്പോ പുളിയോ എന്തെങ്കിലും വേണമെന്ന് നോക്കണം. ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്തു. ഇതിൽ പുളിയുടെ കുറച്ച് കുറവുണ്ട്. ഒരു 1/2 കപ്പും കൂടെ പുളിവെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ ഞാനിപ്പോൾ ആദ്യം ഒരു 1/4 കപ്പ് പുളിവെള്ളം, പിന്നെ ഒരു 1/2 കപ്പ്, ടോട്ടൽ 1.25 കപ്പ് പുളിവെള്ളമാണ് ഞാനിപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്നത്. വീണ്ടും ഒന്നും കൂടെ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ വേവിക്കാം. ഇപ്പോൾ ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് അടപ്പ് തുറന്ന് നോക്കാം. ഇനി മീനൊന്ന് മറിച്ചിടുവാണ് ഞാൻ. ഇപ്പോൾ ഈ മുകൾ വശത്ത് മീനിൻ്റെ ആ വശം വെള്ളത്തിൽ ആ ചാറിൽ മുങ്ങിക്കിടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ആ ചാറിലേക്ക് ഒന്ന് ആവുന്നതിന് വേണ്ടിയിട്ട് പതിയെ ഒന്ന് മറിച്ചിടണം. അടിവശം, മീനിൻ്റെ അടിവശം ഇപ്പോൾ നല്ലതുപോലെ വെന്താണ് ഇരിക്കുന്നത്. മീനിൻ്റെ ചാറും ആ മസാല എല്ലാം മുകളിലേക്ക് കുറച്ച് ആ സ്പൂണും കൊണ്ട് കോരിയിടണം.
ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവയുടെ പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, വറുത്ത ഉലുവയുടെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഞാനിത് അടച്ചു വയ്ക്കുന്നില്ല, ഇനി തുറന്ന് വെച്ചിട്ട് തന്നെയാണ് വേവിക്കുന്നത്. ഞാൻ എൻ്റെ ചാറൊക്കെ ഒന്ന് കുറുകി കിട്ടണം. ഞാൻ ഈ മീൻ കറിയിലേക്ക് കപ്പ പുഴുങ്ങിയത് കുറച്ച് ചേർക്കുന്നുണ്ട്. കുറച്ച് 5-6 കഷ്ണം കപ്പ പുഴുങ്ങിയതാണ്. വെന്ത കപ്പയിട്ട് ആ മീൻ കറി കിടന്നിട്ട് നല്ലതുപോലെ അത് ആ മീൻ കറിയുടെ ടേസ്റ്റൊക്കെ നല്ലതുപോലെ കപ്പയിലേക്ക് പിടിക്കും. ഇനി ഈ മീൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ ചാറൊക്കെ ഒന്ന് കുറുകി വരണം. ഇപ്പോൾ ഈ കപ്പ പുഴുങ്ങിയത് ആ മീൻ കറിയിലിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനതെടുത്ത് ആ കപ്പ മീൻ കറിയിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. ഇപ്പോൾ ഇങ്ങനെ എടുത്ത് മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ആ മീൻ കറി തന്നെ കപ്പ ഇട്ട് വയ്ക്കാവുന്നതാണ്. ഇനിയൊരു 2-3 മിനിറ്റ് കൂടെ നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞിട്ട് ഞാനതങ്ങ് തീ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ നല്ലതുപോലെ കുറുകി കിട്ടും. ഇപ്പോൾ കപ്പയുടെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ ചാറായിട്ട് ഒഴിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുകയാണ്. അത് തീ ഓഫ് ചെയ്തതിന് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. പിന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ആ മീൻ കറിയിലേക്ക് ചേർത്തിട്ടുണ്ട്, പച്ച വെളിച്ചെണ്ണ. എന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ തണുത്ത് കഴിയുമ്പോൾ നല്ലതുപോലെ ആ ചാറ് കുറുകി കിട്ടും. അപ്പം അങ്ങനെ മീൻ തല റെഡി ആയിട്ടുണ്ട്.